വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom തേർഡ് സെമസ്റ്ററിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഈ ലേറ്റ് നൈറ്റ് ആയിട്ടും ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവാനുള്ള കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് അടുപ്പിച്ച് എക്സാം വരുന്നു. ദെൻ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സസ് കഴിഞ്ഞിട്ടാണ് അഡീഷണൽ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവാൻ കാരണം. സോ നമുക്ക് പാസ്സാക്കാൻ വേണ്ട ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100-ൽ 35 ഇതിൽ ഇന്റേണൽ 10 കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഒരു 25-നേക്കാൾ കൂടുതൽ 80-ൽ എങ്ങനെ മേടിക്കാം? സോ നമുക്ക് പാസ്സാകണമെങ്കിൽ 2 പാർട്ടിലോട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്, പാർട്ട് എയും പാർട്ട് സിയും. സോ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പാർട്ട് എയിലും പാർട്ട് സിയിലും വരാറ്. SC ആണെങ്കിലും 2 മാർക്സ് ആണെങ്കിലും. എസ്പെഷ്യലി ഇപ്പോൾ ബേസിക്സ് HRM എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ് പലപ്പോഴും SAക്കും 2 മാർക്സും 5 മാർക്സും വരാറുള്ളതാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ ഈ പറയുന്ന മെത്തേഡ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു ടോപ്പിക്. ട്രെയിനിങ്, അതിന്റെ മെത്തേഡ്സ്, അതിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗ്രിവൻസസ് മറ്റൊരു ടോപ്പിക്. ഇങ്ങനെ 3-4 ടോപ്പിക്കുകളെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പാസ് മാർക്കിനുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ 2 മാർക്സിന്റെ ഏരിയയിലോട്ട് പോണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു HRM എന്താണ്, EHRM എന്താണ്, പിന്നെ 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് സമ്മറി, ജോബ് ഡിസൈൻ, ജോബ് ഇവാലുവേഷൻ, ജോബ് അനാലിസിസ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. റിക്രൂട്ട്മെന്റ് എന്താണ്, സിലക്ഷൻ എന്താണ്, സിലക്ഷനിൽ തന്നെയുള്ള പല ടെസ്റ്റുകൾ, പ്രൊഫിഷ്യൻസി, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പിന്നെ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഡെപ്ത് ഇന്റർവ്യൂ, ഇതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, പെർഫോമൻസ് അപ്രൈസലിലെ പല മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൻസിഡന്റൽ മെത്തേഡ് എന്താണ്, ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്താണ്, അതുപോലെ തന്നെ അസസ്മെന്റ് സെന്റർ എന്താണ്, MBO എന്താണ്. അങ്ങനെ നമുക്ക് ആദ്യത്തെ ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ട്രെയിനിങ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്, ഓഫ് ദ ജോബ്, ഓൺ ദ ജോബ്, അതിലെ പല മെത്തേഡ്, അതിൽ തന്നെ ടൈപ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം, വെസ്റ്റിബ്യൂള്, സിമുലേഷൻ, സെൻസിറ്റിവിറ്റി, ഇതിലേതെങ്കിലും ഒരെണ്ണം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ്. കോച്ചിങ് എന്താണ്, കേസ് സ്റ്റഡി എന്താണ്, റോൾ പ്ലേയിങ് എന്താണ്, ട്രെയിനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീവൻസസ് എന്താണ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണ്, ഡിസിപ്ലിൻ എന്താണ്, ദെൻ ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ് എന്താണ്, മാൻ പവർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു ചോദ്യം. HRP ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 2 മാർക്സിന്റെ ഡിറക്റ്റ് ചോദ്യങ്ങൾ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞത് എപ്പോഴും കാണാറുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാലോ ഇഫക്റ്റ് എന്താണ്, 2 മാർക്സിന്റെ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ പിന്നെ ബെഞ്ച് മാർക്കിംഗ് കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യം. പെർഫോമൻസ് മാനേജ്മെന്റ് എന്താണ്, കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു 5-6 എന്തായാലും കിട്ടും. ഇപ്പൊ നോക്കുന്ന കുട്ടിക്കാണെങ്കിലും ഇത്ര ഏരിയാസ് കവർ ചെയ്യാൻ, ഡിറക്റ്റ് ചോദ്യങ്ങൾ കവർ ചെയ്യുക. ഓരോ ചാപ്റ്ററിലും എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ SAയിലോട്ട് പോകുമ്പോൾ 4 2 കിട്ടാൻ അധികം പാട് വരാറില്ലേ. ഞാൻ പറഞ്ഞു HRMന്റെ ബേസിക്സ്, ചലഞ്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അതുപോലെ മാത്രമല്ല ട്രെയിനിങ്, അതിന്റെ മെത്തേഡ്സ്, ദെൻ പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിന്റെ മെത്തേഡ്സ്, പിന്നെ ഈ പറയുന്ന മാൻ പവർ പ്ലാനിങ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതിന്റെ നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഗ്രീവൻസസിന്റെ കോസസ്, ദെൻ ലേബർ പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റിനെ പറ്റിയുള്ള അതിന്റെ എക്സ്പ്ലനേഷൻ. ഈ ഒരു 4-5 ടോപ്പിക്സിൽ നിന്നാണ് ഒരു 4 essay എല്ലാ പ്രാവശ്യവും ഇടാറ്. നമുക്ക് എന്തായാലും അതിൽ നിന്ന് 2 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ essay 2 നമുക്ക് അറിയുന്ന പോലെ എഴുതിയാൽ തന്നെ 10 മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടും. പാർട്ട് എയിൽ ഞാൻ ഈ പറഞ്ഞ ഡിറക്റ്റ് ചോദ്യങ്ങൾ നമുക്കൊരു 6 കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് എയും പാർട്ട് സിയും കൂടി അങ്ങനെ തന്നെ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. 25 എബോവ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ പല ചോദ്യങ്ങളും പാർട്ട് ബിയിലും റിപ്പീറ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ HRP, മാൻ പവർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെന്റ്, ഇതിന്റെ ഒക്കെ പ്രോസസ്സും ഒബ്ജക്റ്റീവ്സ്, പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ഇൻഡക്ഷൻ,
ഇതൊക്കെ നമുക്ക് പാർട്ട് ബിയിലും വരാറുണ്ട്. ട്രെയിനിങ്ങിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്സ് നേരത്തെ SAക്ക് പറഞ്ഞത് അതിവിടെ വരാറുണ്ട്. EHRത്തിന്റെ ടൈപ്സ് നമുക്കിവിടെ കണ്ടുവരാറുണ്ട്. റിക്രൂട്ട്മെന്റ് സോഴ്സസ്, ഫാക്ടേഴ്സ് ഇവിടെ വരാറുണ്ട്. അപ്പോൾ പാർട്ട് എയിൽ പറഞ്ഞിട്ടുള്ളതും പാർട്ട് സിയിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞ പല സെയിം ടോപ്പിക്സ്, സെയിം കണ്ടന്റ്സും നമുക്ക് പാർട്ട് ബിയിലും എക്സ്പെക്ട് ചെയ്യാം. അറിയുന്ന പോലെ ഫുൾ ടൈം അറിയുന്ന പോലെ നമ്മൾ എൻറ്റയർ ചോദ്യങ്ങളെ ആൻസർ ചെയ്യുക. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും. ഞാൻ പറഞ്ഞ മെയിൻ ഏരിയാസ് ഫസ്റ്റ് പാർട്ടിലോട്ട് പോകുമ്പോൾ ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. ഡയറക്റ്റ് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ ഒക്കെ കവർ ചെയ്താൽ എന്തായാലും 6-7 ചോദ്യത്തിനേക്കാൾ കൂടുതൽ നമുക്ക് പാർട്ട് എയിൽ നിന്ന് കിട്ടും. essay നമ്മൾ പറഞ്ഞ രീതിയിൽ നോക്കുക, നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ പലരും തിയറി പേപ്പർ ആണെന്ന് ചോദിച്ചിട്ട് ഓൺ വേർഡ്സിൽ നമുക്ക് തോന്നിയ പോലെ എഴുതിയാൽ പാസ്സാക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ലിജിബിലിറ്റി ആണ് എപ്പോഴും നമുക്ക് പ്രസൻറ്റേഷനിൽ വേണ്ട. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.